വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെഡിങ് ആൽബം കാണിക്കാൻ വേണ്ടിട്ടാണ്. വെഡിങ് ആൽബം കാണിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ വേറെ 2 കവർ ഉണ്ടായിരുന്നു, അതിലായിരുന്നത്. ഇപ്പൊ ഈ കവറും കൂടെ മാറ്റിയിട്ട് നമുക്ക് വെഡിങ് ആൽബം കാണാം. ഇത് കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞങ്ങളെ വീട്ടിലുള്ളവരുണ്ടോ. അവിടെ വീട്ടിൽ ഞാൻ വെച്ചിരിക്കണ ഒരു മിനി ആൽബമാണ് ഞാൻ വീട്ടിൽ വെച്ചിരിക്കണത്. ഇത് ഇവിടക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല, നല്ല വെയിറ്റുമാണ്, ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അപ്പോ ഈ ആൽബം കാണിച്ചു തരാം. അപ്പോ ആൽബം അൺബോക്സിംഗ് ആണ്. അതെ, പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോ ഇനി സൗണ്ട് കേക്കോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് സാധാരണ വീഡിയോ എടുക്കാറ്, പക്ഷെ ഇന്ന് എടുക്കാത്തതിന് കാരണം തന്നെ നല്ല മഴയാണ്. അപ്പൊ ഇതാണ് ആൽബം. ഇത് ആൽബത്തിന്റെ കവറാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാം. അതിന്റെ ഉള്ളിലും കൂടെ ഒരു കവറട്ടെ. ആൽബത്തിന്റെ കവർ ഇങ്ങനെയാണ്, ലോക്ക് ചെയ്യാനുള്ളത്. ഇതാണ് ആൽബം വരുന്നത്. ഇതും അങ്ങോട്ട് വെച്ചിട്ട July 2023 ഹസ്നത്ത് റിയാസ്. ഇതാണ് ഞങ്ങളെ വെഡിങ് ഫോട്ടോ. ഓപ്പൺ ചെയ്യാം. മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിക്കാണ്ടത്. ഇതാണ് ഞങ്ങളെ വെഡിങ് പിക്ക്. പിന്നെ ഇത് ബ്രൈറ്റ് ട്യൂബ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെതാണിത്. ഇങ്ങനെ വരും, ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടി. ഇത് ഞങ്ങളവിടെയുള്ള ബീച്ചാണ് കേട്ടോ. ചേട്ടാ അവിടെ നിന്ന് ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണുന്നുണ്ടോ? ഞങ്ങളെ ചാമക്കാല ബീച്ചാണ്, തൃശ്ശൂര് ചാമക്കാല. അപ്പൊ ബ്രൈറ്റ് ട്യൂബി എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സൊക്കെ കൂടുതലാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കോളേജ് ഫ്രണ്ട്സാണിത്. ഇവള് എൻ്റെ കൂടെ +2 വരെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്. എൻ്റെ കൂടെ ഡിഗ്രി വരെ ഉണ്ടായിരുന്നു. ഷിഫ, ഫർസാന, ഷംസി, സുമി, ഞാൻ, അസീബ, അൻസി, മുസിന, ജിസ്ന. തസ്ലീക്ക് അന്ന് വരാൻ പറ്റിയില്ല കേട്ടോ. ഇതിൽ തസ്ലീം കൂടെ ഉൾപ്പെടേണ്ടതാണ്. പിന്നെ ചിപ്പുത്തയും കൂടെ ഉണ്ട്, ഷിഫാന. ചിപ്പുത്ത പിന്നെ സർപ്രൈസ് ആയിട്ടാണ് എൻ്റെ കല്യാണത്തിനാണത്. അതൊക്കെ ഇനി വഴി പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്. ഇവരാണെങ്കിൽ ബ്രൈറ്റ് ട്യൂബിൽ തന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ. ഇത് ഞങ്ങളുടെ സേവ് ദ റേറ്റ് ഉണ്ടായിരുന്നു. സേവ് ദ റേറ്റിന്റെ പിക്കാണ്. നമ്മളെ ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ. അതെ, നമ്മൾ സൈൻ റെസ്റ്റോറന്റ് ഇത് വഞ്ചിപ്പൂർ കമ്പനിക്കടവ് ബീച്ചുള്ളത്. ഇത് എൻ്റെ ഉമ്മച്ചിയുടെ സാരിയാണ്. എൻ്റെ ഉമ്മച്ചിയുടെ കല്യാണത്തിന്റെ സാരി ഞാൻ എൻ്റെ കല്യാണത്തിന്റെ ഗുലാബിയുടെ അന്ന്, അതായത് കല്യാണത്തിന്റെ തലേന്ന് ഗുലാബി ഉണ്ടായിരുന്നു, റെഡ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും. അപ്പോൾ അതിൻ്റെതായിരുന്നത് 25 വർഷങ്ങൾക്ക് ശേഷം. അതെ, 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇട്ടത്. മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഗുലാബി. ഈ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട്. ഇതെൻ്റെ ഫുൾ കസിൻസ് ആണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. ഉമ്മച്ചി, വാപ്പച്ചി, ഫാമിലി. ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ്. ഇത് ഞങ്ങളുടെ അവിടുത്തെ ആൽബാണ് കേട്ടോ. ഇതെൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലത്തെ. എൻ്റെ അവിടെ 6 പെൺമക്കളാ. ഞാനാണ് മൂത്ത പേരക്കുട്ടി. ഇതെൻ്റെ ഇത്താടെ ഉണ്ണികള്.
ഇതൊക്കെ ഗുലാബിയിലാണ്, കൊച്ചാപ്പ കുഞ്ഞ ഫാമിലി. ഇതൊക്കെ എൻ്റെ കസിൻസ് തന്നെ. ഇതാണ് എൻ്റെ 2 വല്യമ്മ. ഇത് ഉമ്മച്ചിയുടെ ഉമ്മ, ഇത് വാപ്പിച്ചിയുടെ ഉമ്മ. ഇതൊക്കെ ഫാമിലി തന്നെ. ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് അങ്ങനെ കാണില്ല കേട്ടോ. പിന്നെയും ഞാൻ ഇവിടെ തന്നെ ഫോട്ടോസ് തന്നെ കേട്ടത് കുറേ ഉണ്ടല്ലേ. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ വാപ്പിച്ചി, ഇതെൻ്റെ ഉമ്മച്ചി, നമ്മളെ തറവാട്ടിത്തെ പെൺപടകളാണിത്. ഇതിന് തറവാട്ടിത്തെ 10 മക്കളിൽ ഒരാൾ വന്നിട്ടില്ല, ഒരു കൊച്ചാപ്പ മാത്രം വരാത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൈകൊട്ടുപാട്ട്, അവരൊക്കെ പാട്ടുപാടല്, ഇതൊക്കെ എൻ്റെ കസിൻസ് തന്നെ കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗുലാബി കഴിഞ്ഞു. ഇനി തലേ ദിവസം മെഹന്തിയുടെ അന്ന്. ഇതാണ് മെഹന്തി ഡ്രസ്സ്. മെഹന്തിയുടെ അന്നത്തെയാണിത്. ഇതിൻ്റെ ഉമ്മച്ചിരി വീട്ടാരെടുത്ത് തരുന്ന കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഇത് എന്നെ കൊണ്ടുവരുന്നതാണ് സ്റ്റേജിക്ക്. കൈകൊട്ടുപാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവരില്ലേ, അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഇത് മൈലാഞ്ചിരലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫാമിലി. പിന്നെയും ഞങ്ങളെ സേതരായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ്. ഇതാണല്ലേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ എടുക്കണത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഫാമിലി. ഇത് എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഷിഫാൻ ഇതിലാണ് കേട്ടോ വന്നത്. ചിപ്പുത്ത ഇതിലാണ് വന്നിട്ടുള്ളത്. എന്നോട് വരുന്നെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവള് ഖത്തറിലായിരുന്നു. അപ്പോൾ വരുന്നെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന് എനിക്കിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവളാണ് എനിക്ക് സർപ്രൈസ് വന്നത്. വീട്ടിൽ പോയിട്ട് വിളിച്ചപ്പോഴൊന്നും അവളൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാം കേട്ടോ, ഇത് ചിപ്പു തന്നെ ആണോ? പിന്നെ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഇതിൽ കാണാത്തതാണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞാനിങ്ങനെ നോക്കിക്കുമ്പോൾ ചിപ്പുത്ത് അവിടെ വന്നിരിക്കണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സർപ്രൈസ് ആയി. അവള് 1 വീക്കിനാണ്ട് അങ്ങനെ എന്തോ വന്നതാണ്. ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നാണ്. അവരെ ഫോട്ടോ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾ നിൽക്കണത് ദേ ഇതാണ്. ഇതാ അൻസി, സുമി, അസീബ. ഇതാണ് ഞങ്ങൾ 5 പേരാണ്, ഞങ്ങളെ കോളേജ് ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ തറവാട്ടിലത്തെ ഫാമിലി. പിന്നെ ഇതൊക്കെ ഞങ്ങൾ കൂടിയാൽ തന്നെ അങ്ങനെയാണ്. ഫുള്ള് കൈയ്യട്ടും പാട്ടും ചിരിയും കളിയും. ഇതാണ് വെഡ്ഡിങ്. അങ്ങനെ ജൂലൈ 9 അങ്ങനെ വെഡ്ഡിങ്. വീട്ടിൽ നിന്ന് ബീച്ച് പാലസിലായിരുന്നു, ഞങ്ങളവിടുത്തെ ഹോളിലായിരുന്നു. റീനുവിൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോനെ ചെക്കനെ കണ്ടിട്ടൊന്നും പറയാനില്ലേ ചേച്ചി ഈ ഫോട്ടോയിലൊന്നും. എന്ത് കണ്ടോ? എനിക്ക് പച്ച വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കല്യാണത്തിന് നിക്കാഹ അങ്ങനെ ഇച്ച വന്നു. ഇച്ചനെ വെൽക്കം ചെയ്യാൻ നിൽക്കണം. ഇച്ചയുടെ ഫ്രണ്ട്സ് അങ്ങനെ ബൊക്കൊക്കെ കൊടുത്തു. ഇത് റീനുവിന് കൊടുത്തേട്ടോ. ആദ്യമേ തന്നെ റീനുവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് വേറെ ബ്രദേഴ്സ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ റീനു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീനു കൊടുത്തതാണ്. റീനു ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങി. റീനു ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ കൊടുത്തതാണത്. ഇച്ച വന്നിരിക്കുന്നു. ഇച്ച അപ്പം എന്നെ കണ്ടിട്ടുണ്ടോ? അപ്പം എന്നെ കണ്ടില്ല. ഞാൻ സ്റ്റേജിൻ്റെ ഏറ്റവും ബാക്കിലുണ്ടായിരുന്നു. ഇതാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ വരുന്നത്, ഇച്ചെന്നിങ്ങനെ കറക്കണത്
ഇത് പിന്നെ ഇവര് താലി കെട്ടാൻ വന്ന്, ഇതാണ് എൻ്റെ മഹർ അങ്ങനെ തന്നു. പിന്നെ അത് താലി കെട്ടാൻ പോണത്. ഈ ടൈമിലൊക്കെ ചാക്ക് വല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് ഒട്ടും ടെൻഷൻ ആയില്ല. എല്ലാവരും പറയണ്ട കല്യാണത്തിന് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തീരെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒട്ടും ഇങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ നമുക്ക് ഭയങ്കര ഹാപ്പിയായി അങ്ങനെ. ഇച്ചാക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് എൻ്റെ BBA ഫ്രണ്ട്സ്. ഇവരാണ് BBA ഫ്രണ്ട്സ്, അൻസി ഫാമിലി. ഇത് എറണാകുളത്തുണ്ടായിരുന്നവരുണ്ട് അവര്. അതല്ലേ? എറണാകുളത്താണ് ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ. ഇത് ഇവർ ഫസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിലുള്ളവർ. ഞങ്ങൾ രണ്ടാളും. ഇത് കഴിഞ്ഞിട്ടല്ലേ വെള്ളമൊക്കെ വീണത്. ഇതെൻ്റെ +2 ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. +2 ഫ്രണ്ട്സ് വേറെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 5 പേര്. പിന്നെ മധുരം കൊടുക്കല് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ? നിങ്ങളിവിടെ ഉണ്ടോ? ഞങ്ങളിവിടെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കലൊക്കെ. പിന്നെ ഇതിൽ സൈൻ ചെയ്യിപ്പിക്കല്. സൈൻ ചെയ്ത് കാണിച്ചു കൊടുത്തിച്ച ഇതിങ്ങനെ കിട്ടിയതൊക്കെ. അതാണ് സൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയതൊക്കെ ഞങ്ങളെ റൂമിലെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന അവരുടെ അടുത്ത് നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അസ്കർ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ മൈസൂർ വീഡിയോയിൽ കല്യാണം ഉണ്ടാക്കിയത് ഇവനാണ്. ഈ കല്യാണം ഉണ്ടാക്കിയ അസ്കർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു, വലത് കാല് വെച്ച് കയറി, ഉമ്മിനെ കൈ പിടിച്ച് കയറ്റി. ഇതാണ് ഇവിടുത്തെ ഉമ്മമ്മ, ഉമ്മാൻ്റെ ഉമ്മ. അതെ, ഈ ഉമ്മമാനായിട്ടുള്ള കോള് ഒരു വീഡിയോയിലുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഉമ്മമ്മ. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ, പിന്നെയും ഞങ്ങളുടെ സേവറേറ്റ്. ഇതാണ് റിസപ്ഷൻ. അങ്ങനെ റിസപ്ഷൻ എത്തി. ഈവനിങ് റിസപ്ഷൻ. ഇതാണ് ഫാമിലി. ഇത് മൂത്തെത്ത, രണ്ടാമത്തെത്ത, മൂന്നാമത്തെത്ത, ഉമ്മി, ഞാൻ ഇച്ച. ഇതാണ് ഞങ്ങളെ ഫാമിലി. ഇവിടത്തെ ഡ്രസ് കോഡ് ഇതായിരുന്നു കേട്ടോ. ഉമ്മി. ഇത് ഞങ്ങളെ തറവാട്ടിത്തെ ഫാമിലി. ഈ ടൈമിലൊക്കെ ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞങ്ങളവിടെ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ കഴിഞ്ഞിട്ട് ശരിക്കും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. ഇവിടെ എന്ന് പറയുന്ന പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകില്ല, ചെക്കൻ്റെ വീട്ടിലല്ലേ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്കിനി അങ്ങോട്ട് തിരിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരെല്ലാവരും പോണ്. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഫുള്ളും കരച്ചിലായിരുന്നു. ആകെ 2 വിക്കിലാണ്ട് ഞാൻ കരയാത്തുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ കരഞ്ഞ് നിൽക്കുന്ന വിക്കുകളാണ് ഇതൊക്കെ. പിന്നെ എനിക്ക് ഈ ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി അയ്യോ കരയേണ്ടിയിരുന്നില്ല, നല്ല ഫോട്ടോസ് കിട്ടീന്, നല്ല ഭംഗിയിൽ നിന്ന്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഞാൻ തന്നെ ഒരുങ്ങിയതാണ് കേട്ടോ. ഞാൻ തന്നെ ഇതൊക്കെ കുത്തി, തട്ടൊക്കെ കുത്തി, അങ്ങനെ ഞാൻ തന്നെ, ആരും മേക്കപ്പ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഒരുങ്ങി റെഡി ചെയ്താണ്. കൊച്ചാപ്പാക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ വിഷമം ഇപ്പോഴും കൊച്ചാപ്പ പറയാറുണ്ട്. ഈ പിക്കിലൊക്കെ എൻ്റെ കണ്ണൊക്കെ കണ്ട കലങ്ങിയിട്ട് ഫുള്ള് കൺമേശൊക്കെ പരന്ന് വെറുതെ ഓറൊക്കെയാണ്. എനിക്ക് പിന്നെ സെക്കൻഡിൽ ഇങ്ങനെ മുഖഭാവം മാറി. ഫോട്ടോ വെച്ച് ക്യാമറ വെച്ചാ ചിരിക്കും, ക്യാമറ മാറ്റിയാൽ കരയും, അങ്ങനെയായിരുന്നു. ഇത് ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ പണികളൊക്കെ ആയിരുന്നു. ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇതാണ് ഇച്ചാടെ ഇവിടുത്തെ ഫ്രണ്ട്സ്. ഇതാണ് ഇച്ചാടെ പാർട്ട്നേഴ്സ്, സാജി, തൻസിയ.
ഇവരാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കല്യാണം കഴിച്ചൊന്നുമല്ലല്ലോ, കപ്പിൾസ്. പിന്നെ ഇത് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഫ്രണ്ട്സ്. ഇതും അങ്ങനത്തെ തന്നെ ആയിരുന്നു ഓരോ പണികള്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ആൽബം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 1 വർഷത്തിന് ശേഷം ആൽബം അൺബോക്സിംഗ്. അതെ, 1 year ആയി. ഞങ്ങള് ഇത് ഓപ്പൺ ചെയ്ത് അങ്ങനെ നോക്കാറില്ല കേട്ടോ. ആ ടൈമിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരുത്തർ കാണാൻ വരും, അപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകും, അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കാറുന്നില്ല, കാരണം ഫോണിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ആൽബം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും. അത് ചേച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ആൽബം ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.